ഈ ആഗസ്റ്റ് 15-ാം തീയതി അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പാണ്. ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും സംഘടന രൂപീകരിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്ര വലിയ പ്രചാരമൊക്കെ കൊടുത്ത് ഒരു ഡേറ്റൊക്കെ നിശ്ചയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ അമ്മ അംഗങ്ങളുടെ ഒരു സ്വാഭാവികമായിട്ടും വർഷത്തിൽ കൂടുന്ന ഒരു യോഗത്തിൽ അവരെല്ലാവരും കൂടി ഏകോപനത്തോടു കൂടി ഒരു ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ് സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ മറ്റേ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം വലിയ പ്രതിസന്ധിയിലേക്ക് പോയി അമ്മ എന്ന് പറയുന്ന സംഘടന. ഇപ്പോൾ അഡ്ഹോ കമ്മിറ്റിയൊക്കെ തുടരേണ്ടതില്ല, ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അധികാരമോഹികൾ അമ്മ എന്ന സംഘടനയ്ക്കകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് പുതിയ പുതിയ ആളുകൾ ഈ മത്സരരംഗത്തേക്ക് വരുന്നു. ഒരേ പോസ്റ്റിലേക്ക് തന്നെ ഒരുപാട് നോമിനേഷൻസ് വരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകൾ പുതിയ തലത്തിലേക്ക് അല്ലെങ്കിൽ ഭരണസാരഥ്യത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതല്ലേ ഇതിൻ്റെ ഒരു വസ്തുത? ഏത് സംഘടനയിലാണ് അധികാരമോഹികളില്ലാത്തത്? സിനിമാ സംഘടന പോട്ടെ, രാഷ്ട്രീയ സംഘടനകളായാലും ഏത് സംഘടനയിലും അധികാരമോഹികൾ എല്ലാ കാലത്തുമുണ്ട്. അധികാരം ഒരു ലഹരിയാണ്, അതാഗ്രഹിക്കുന്നവർ ധാരാളമാണ്. ഇനി എൻ്റെ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ അമ്മയുടെ ഇലക്ഷനുള്ള പ്രത്യേകത? 500-ൽ താഴെ അംഗങ്ങളുള്ള ഒരു സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെക്കുറിച്ച് ഭയങ്കര ആകുലതകളാണ്. സോഷ്യൽ മീഡിയയിലായാലും മാധ്യമങ്ങളിലായാലും അമ്മയുടെ ഇലക്ഷൻ വരുന്നു, നോമിനേഷൻ പിൻവലിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 എന്നൊക്കെ പറഞ്ഞ് വളരെ വാചാലമായി സംസാരിക്കുകയും വളരെ വിപുലമായ രീതിയിൽ ന്യൂസുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതമാണ്. കാരണം അവർ താരങ്ങളായതുകൊണ്ടും താരരാജാക്കന്മാർ ഉൾപ്പെട്ട ഒരു സംഘടന ആയതുകൊണ്ടും അവിടെ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഒരു താല്പര്യം. എന്നെ തന്നെ ഒരുപാട് പേര്, ഈ സാധാരണക്കാരായ മനുഷ്യർ വിളിച്ചു ചോദിക്കാറുണ്ട്, അമ്മയിൽ ആരായിരിക്കും ഫൈനൽ മത്സരിക്കുക? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറിഞ്ഞിട്ടെന്താ? അത് അറിഞ്ഞിട്ട് വേണോ റേഷൻ മേടിക്കാൻ? പോയി പണി ചെയ്ത് ജീവിക്കണോ? ഈ അമ്മയുടെ ഇലക്ഷൻ നടക്കുന്നതിന് എന്താണ് ഇത്ര കാര്യമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. തമാശയായിട്ടാണ് ചോദിക്കുന്നത്, സീരിയസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അമ്മയുടെ ഇലക്ഷൻ ഓഗസ്റ്റ് 15-നാണ്. പ്രമുഖർ എന്ന് പറയുന്ന ആരും മത്സരിക്കുന്നില്ല. പ്രമുഖർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ. പിന്നെ ഉള്ളത് രണ്ടാം നിരക്കാരാണ്. സ്വാഭാവികമായിട്ടും രണ്ടാം നിരക്കാരെന്ന് നമുക്ക് പറയാം. അതിൽ പലരും പല സ്ഥാനങ്ങളിലേക്കും പലരും കൊടുത്തിട്ടുണ്ട്, നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോമിനേഷൻ പിൻവലിക്കുന്ന 31-ന് ഏതെങ്കിലും ഒരു പദവി നിലനിർത്തിക്കൊണ്ട്, ഒരു സീറ്റ് നിലനിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ പിൻവലിക്കണം. അപ്പം 31-ാം തീയതിയെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് അറിയാൻ പറ്റും, ആരൊക്കെയാണ് മത്സരിക്കുന്നത്. ഇന്ന് ഞാനൊരു വാർത്ത അറിഞ്ഞു, ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തിരുന്നു, പക്ഷേ ജഗദീഷ് ആ നോമിനേഷൻ പിൻവലിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേട്ടു. ഞാൻ ജഗദീഷുമായിട്ട് സംസാരിച്ചില്ല, മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അതിൻ്റെ കാരണമായി മാധ്യമങ്ങളും മറ്റ് ചില സുഹൃത്തുക്കളും പറയുന്നത്, മാലാ പാർവതി എന്ന് പറയുന്ന അഭിനേത്രി ജഗദീഷിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഒരു ഓൺലൈൻ ചാനലിലാണ്. അവർ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മ നടത്തേണ്ട ഒരു പത്രസമ്മേളനം ജഗദീഷ് കാരണമാണ് അത് തടഞ്ഞതെന്നും, പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജഗദീഷ് തന്നെ പറഞ്ഞു, ഇവർക്കൊന്നും വായിൽ നാവില്ലേ, സംസാരിക്കണ്ടേ, അമ്മയുടെ ഭാരവാഹികൾ സംസാരിക്കണ്ടായിരുന്നു ചോദിച്ച് ഒരു ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് മാലാ പാർവതി പറഞ്ഞത്. വളരെ രസകരമായൊരു കാര്യം, ഈ ഒരു ന്യൂസ് ആദ്യമായി പുറത്തുവിട്ടത് ഞാനായിരുന്നു. ഒരു ന്യൂസ് ചാനലിലെ ഒരു ചർച്ചയിൽ ഇത് രഹസ്യമായിരുന്ന ഒരു കാര്യമാണ്, പക്ഷേ എനിക്ക് കൃത്യമായി അറിയാമായിരുന്നത് കൊണ്ട് ഞാനാണത് പരസ്യമാക്കിയത്. അന്നൊരുപാട് വിവാദമുണ്ടായി. ജഗദീഷ് ഫെഫ്കയിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ബി ഉണ്ണികൃഷ്ണനെ വിളിച്ച് പരാതി പറയുകയൊക്കെ ചെയ്തു. പിന്നീടത് ഞാനും ജഗദീഷുമായി കണ്ട് പറഞ്ഞ് ആ കേസുകൾ ഒത്തുതീർന്നതാണ്. അതേ കാര്യമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ജഗദീഷ് നോമിനേഷൻ പിൻവലിക്കേണ്ട കാര്യമില്ല, ജഗദീഷ് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ അക്കൂട്ടത്തിൽ ഇപ്പോൾ നോമിനേഷൻ കൂട്ടത്തിൽ യോഗ്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് വരുന്നു. ബാബുരാജിനെക്കുറിച്ചും ഇതേ മാലാ പാർവതി കമൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്ന സിദ്ദിഖടക്കം അവിടെ നിന്ന് രാജിവെച്ച് മാറുകയും പിന്നീട് സംഘടനയിലെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത സിദ്ദിഖ് അടക്കമുള്ളവരുണ്ട്. അക്കൂടെ ഒരു കേസ് വന്നയാളാണ് ബാബുരാജ്. ബാബുരാജും മാറി നിൽക്കേണ്ടതാണ്, മത്സരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മാലാ പാർവതി പറഞ്ഞിരുന്നു. പക്ഷേ അത് നിയമമൊന്നുമില്ല, മത്സരിക്കാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ല. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്ന് മാലാ പാർവതി പറഞ്ഞു. പക്ഷേ അത് കേട്ടിട്ട് ബാബുരാജ് നോമിനേഷൻ പിൻവലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെയും 3-4 പേര് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ
അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നടൻ 15 മിനിറ്റ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വളരെ എല്ലാവരെയും വലിച്ചു കീറിയെന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ തേച്ചൊട്ടിച്ചുകൊണ്ട് ഉള്ള വീഡിയോ ആണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് പരസ്പരം വിഴുക്കലക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം അമ്മ പോലെ ഒരു സംഘടന ഉണ്ടാകാൻ പാടില്ല, സംഘടനയിൽ ഉണ്ടാവരുത്. കാരണം എത്രയോ നല്ല രീതിയിൽ നടന്നുപോയ ഒരു സംഘടനയാണ്. അതിൻ്റെ സാരഥ്യത്തിലിരുന്നവരാരൊക്കെയാണ്? മധുസാറ് തുടങ്ങി, മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ തുടങ്ങി. എന്താ നമ്മൾ പറയുക, ഒരു സംഘടനയെ നയിക്കുന്നവർ ആരാണെന്ന് പറഞ്ഞാൽ അതിനൊരു തലയെടുപ്പും അതിനൊരു അന്തസ്സും ഉണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നു. അതുണ്ടാവണം, ഇനിയും ഉണ്ടാവണം. അതുകൊണ്ട് ഇപ്പോൾ മത്സരിക്കുന്നവരാരും മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു സംഘടനയെ നയിക്കുക എന്നാണല്ലോ പറയുക. ഇതൊരു സേവനമാണെങ്കിലും നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നയിക്കേണ്ടത്. അവർ എങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കേണ്ടത് ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ ആൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന ആ പോസ്റ്റിലേക്ക് വന്നാൽ അതിൽ സംഘടനയ്ക്ക് ഗുണം ചെയ്യുമോ? സംഘടനയിൽ അവശത അനുഭവിക്കുന്ന ഒരുപാട് അംഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ മുതൽ പറയാറുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, കൈനീട്ടമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു പെൻഷനൊക്കെ ഉണ്ട്. അത് തന്നെ 150 പേർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു മാസത്തെ പ്രതീക്ഷയാണ് ആ കൈനീട്ടം. അത് നഷ്ടപ്പെടാനിടയാവരുത്. ഒരുപാട് ഫണ്ട് വേണം, കോടിക്കണക്കിന് രൂപ വേണം ഓരോ വർഷവും. ആ പണമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള സംഘടനാ നേതാക്കളായിരിക്കണം വരേണ്ടത് എന്ന് ഓരോ വോട്ടർമാരും ചിന്തിക്കണം. പിന്നെ ഒരു ജനറൽ ബോഡി 500 അംഗങ്ങളോളമുള്ള ഒരു സംഘടനയാണ്. അതിലൊരു ജനറൽ ബോഡിക്ക് വരുന്നത് ഒരു 350-400 പേരാണ്. ഒരു ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ അവർ എല്ലാ വർഷവും ജൂൺ 30 എന്ന് പറയുന്നത് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും അവധി കൊടുക്കുകയാണ്. അന്നത്തെ ഒരു ദിവസം, അതെല്ലാ വർഷവും അങ്ങനെയാണ്. ഇപ്പോൾ ഇലക്ഷന് വേണ്ടി ആഗസ്റ്റ് 15 തീരുമാനിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഒക്കെയുള്ള അംഗങ്ങൾ വണ്ടിക്കൂലി മുടക്കി വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പോസ്റ്റൽ വോട്ടിംഗ് സമ്പ്രദായം അവർക്കില്ല. നേരിട്ട് വന്ന് വോട്ട് ചെയ്യുന്നത് കൂടി വന്നാൽ 150-200 താഴെ ആളുകളായിരിക്കും. അവരാണ് തീരുമാനിക്കുന്ന അടുത്ത 2 വർഷത്തേക്ക് ആരാണ് അമ്മയുടെ ഭാരവാഹികൾ. അപ്പോൾ ഇത് നേരത്തെ മുതൽ മത്സരമില്ലാതെ ഒരു സമവായത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു തീരുമാനമെടുക്കുക. ഇപ്പം മോഹൻലാൽ പ്രസിഡൻ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അവിടെ മത്സരിക്കാൻ വേറൊരാളും വരില്ല. ഇല്ല. അല്ലെങ്കിൽ മമ്മൂട്ടി വരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്നസെൻ്റ് തന്നെ 16 വർഷമോ 19 വർഷമോ അതിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത് അദ്ദേഹത്തിൻ്റെ മിടുക്ക്, ഒരു സംഘടനയെ കൊണ്ടുപോകാനുള്ള ആ കഴിവ്. രണ്ടാമത് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് അപ്പോൾ വെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് തെളിയിക്കപ്പെട്ടില്ലേ? അതെ. ഇപ്പോൾ തെരഞ്ഞെടുത്ത കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച് പോയത് എന്ത് പ്രശ്നത്താലായാലും ഒന്നടങ്കം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംഘടന അനാഥമാവുകയാണ്. അതുണ്ടാവാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാവണം നേതൃത്വം. ഞാൻ പറയുന്നത്, ഇനിയും ഇലക്ഷനിലേക്ക് വന്ന് നേതൃനിര വരുമ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരംഗത്തിന് പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ കുറേ അംഗങ്ങൾ സംഘടനയ്ക്കെതിരെ പ്രതിരോധിക്കാൻ വന്നാൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാവണം നേതൃത്വത്തിൽ വരേണ്ടത്. അത് അമ്മയെന്ന് മാത്രമല്ല, ഏത് സംഘടനയിലും അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ അമ്മയിൽ ഇപ്പോൾ ഈ മത്സരിക്കാൻ വരുന്നവർ അവർ പരസ്പരം കടിച്ചു കീറുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്തിനാണ് ഇത്രയധികം ആളുകൾ വരുന്നത്? താങ്കൾ ചോദിച്ച പോലെ അധികാരമോഹമാണോ? എന്താണ് അതിൻ്റെ അധികാരത്തിലിരുന്നാൽ കിട്ടുന്ന സുഖം? അത് അധികാരത്തിലിരിക്കുന്നവർക്കേ മനസ്സിലാവൂ. അത് ചിലപ്പം മാനസിക സുഖമായിരിക്കും, സാമ്പത്തിക സുഖം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മത്സരിക്കുന്ന ആരും അങ്ങനെ അവിടെ സംഘടനയിൽ നിന്ന് സമ്പത്തെടുത്ത് ചിലവാക്കേണ്ടവരല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ സംഘടനയ്ക്ക് നല്ല സമ്പത്തുണ്ടെങ്കിലും ആരും അതിൽ നിന്ന് കൈയിട്ട് വരാൻ പോകുന്നില്ല. പിന്നെ ആ അധികാരത്തിൻ്റെ ഒരു ലഹരിയായിരിക്കും, ഒരു സുഖമായിരിക്കും. അതിലേക്ക് ആരൊക്കെ വരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.